നമസ്തേ. കൊട്ടാരക്കരയിൽ ആര് ജയിക്കും എന്നതിൽ ആകാംക്ഷ കനക്കുകയാണ്. CPM മുൻ MLA ഐഷ പോറ്റിയാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി. മന്ത്രി KN ബാലഗോപാലാണ് LDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച രശ്മിയാണ് ഇക്കുറി NDA സ്ഥാനാർത്ഥി. കൊട്ടാരക്കരയിൽ ആര് ജയിക്കും എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കൊട്ടാരക്കരക്കാരുടെ പ്രതികരണം ഇങ്ങനെ. ചേട്ടൻ്റെ പേരെന്താണ്? മധു. കൊട്ടാരക്കരയിൽ ഇക്കുറി ആര് ജയിക്കും? 100% ബാലഗോപാൽ സാറാണ് ജയിക്കുന്നത്. എന്തുകൊണ്ടാണ് ബാലഗോപാൽ സാർ ജയിക്കുന്ന പറയുന്നത്? ബാലഗോപാൽ സാറ് നല്ല ഇലക്ഷനിൽ നിന്നപ്പം തന്നെ 10 വർഷം കൊണ്ട് ഇവിടെ ഭരണം നടത്തുന്ന ആളല്ലേ. എല്ലാവിധ കാര്യങ്ങളും കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. വോട്ട് ബാലഗോപാലിനാണ്. വോട്ട് ബാലഗോപാലാണ്. പഴയ സഖാവാണല്ലോ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റി. അവരും അധികാരമോഹത്തിന് വേണ്ടി ഇതിനകത്ത് ഇറങ്ങിയതാണ്. അതുകൊണ്ട് അത് ഇലക്ഷനെ സ്വാധീനിക്കോ അവരങ്ങോട്ട് പോയത്? ഇത്തിരിയൊക്കെ വോട്ട് പോകും, കുറച്ച് വോട്ടൊക്കെ എങ്ങനെ പോകും, കുറച്ച് വോട്ടൊക്കെ കിട്ടും. അത് 100% ജയിക്കാൻ ചാൻസ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ബാലഗോപാൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. വിജയം ആർക്കൊപ്പം? ബാലഗോപാൽ ഒപ്പം തന്നെ. ചേച്ചിയുടെ പേരെന്താ? ഷീല. കൊട്ടാരക്കര ആര് ജയിക്കും? കൊട്ടാരക്കര ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഒക്കെ ഒരുപോലെ നിൽക്കുക. എന്നാലും ആര് ജയിക്കണം? എനിക്ക് ബാലഗോപാൽ ജയിക്കണമെന്നാണ്. ബാലഗോപാൽ ജയിക്കണം. എന്തുകൊണ്ടാണ് ബാലഗോപാൽ ജയിക്കണം? ബാലഗോപാൽ നിന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഐഷപ്പറ്റി അറിയാം. ഐഷപ്പറ്റി ഇന്നിപ്പോഴും നല്ലതായിരുന്നു, പ്രവർത്തനങ്ങളൊക്കെ നല്ലതായിരുന്നു. അവർ UDF സ്ഥാനാർത്ഥിയാണ്. അപ്പൊ സ്ത്രീ എന്ന പരിഗണനയിൽ വോട്ടുകൾ ഐഷപ്പറ്റി പോകാൻ സാധ്യതയുണ്ടോ മണ്ഡലത്തിന്? അത് പറയാൻ പറ്റത്തില്ല. കടുത്ത മത്സരമാണ് അല്ലേ? കടുത്ത മത്സരമാണ്. അവസാനം ആര് വിജയിച്ചു വരും? ആര് വിജയിച്ചു വന്നാലും സന്തോഷം. ചേട്ടൻ്റെ പേരെന്താ? ജേക്കബ്. കൊട്ടാരക്കര ഇക്കുറി ആര് ജയിക്കും? രണ്ടുപേരും ജയിക്കാനാണ്. രണ്ടുപേരിൽ ഒരാള്. ഐഷ പോറ്റി ഉണ്ട്, ബാലഗോപാൽ ഉണ്ട്. ആര് ജയിക്കും? നല്ല പ്രവർത്തനം ആര് ചെയ്ത് അവര് ജയിക്കും. ആര് ജയിക്കണം? നമുക്ക് ഏകദേശം ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. ബാലഗോപാൽ ജയിക്കും. ബാലഗോപാൽ ജയിക്കും. എന്തുകൊണ്ടാണ് 100%? എന്തുകൊണ്ടാണ് ബാലഗോപാൽ ജയിക്കുന്ന പറയുന്നത്? അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു 12,000 വോട്ടിന്റെ അബവ് ജയിക്കാൻ സാധിക്കും. ഭൂരിപക്ഷം. അതാണ് നിലവിലെ കണക്ക്. അതെ അതെ. അപ്പൊ ഐഷ പോറ്റിക്ക് സാധ്യത ഇല്ലാന്നാണ് പറയുന്നത്. 3 തവണ അത് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ സഹാവിന്റെ കാര്യം എനിക്കറിയാവൂ. മറ്റേതിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. സഖാവിന്റെ ജയിച്ചു കയറണം. സഹാവ് ജയിച്ചു കയറും. 100% ജയിക്കും. ഉറപ്പായിട്ടും. അത് എത്ര ആത്മവിശ്വാസം? ടൈറ്റ് പോരാട്ടാണ്. ആത്മവിശ്വാസം നമുക്കുണ്ട്. ഉള്ളതുകൊണ്ടാണ്. മണ്ഡലത്തിന് അദ്ദേഹത്തിനെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം ഇവിടുത്തെ പ്രവർത്തനവും കാര്യങ്ങളും. റോഡ് വികസനം എത്തിയിട്ടുണ്ട് മണ്ഡലം ഒരുപാട് അല്ലേ? ഒരുപാട്. LDF വോട്ടുകൾ ഐഷ പോറ്റിക്ക് പോകാൻ സാധ്യതയുണ്ടോ? പഴയ സഖാവല്ലേ? അല്ല, അതിനെ പറ്റിയൊന്നും ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. പക്ഷെ ബാലഗോപാൽ ജയിക്കും ഉറപ്പ്. എന്റെ പേര് വിജയകുമാർ. കൊട്ടാരക്കര ആര് ജയിക്കും? കൊട്ടാരക്കര ആര് ജയിക്കുമെന്ന് ഇപ്പം പ്രത്യേകിച്ച് പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇലക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുമല്ലേ. എന്തായാലും ടൈറ്റ് മത്സരമായിരിക്കും എന്നറിയാം. ആർക്കാണ്? ബാലഗോപാലിനാണോ ഐഷ പോറ്റിക്കാണോ മുൻതൂക്കം? അങ്ങനെ ഇപ്പം ഇലക്ഷൻ്റെ റിസൾട്ട് വരാതെ നമ്മളിത് പ്രത്യേകിച്ച് സ്ഥിരമായിട്ടൊന്നും പറയാൻ പറ്റില്ലേ. അതിപ്പം നമ്മൾ ഈ ഷോപ്പും കൊണ്ടിരിക്കുന്നതുകൊണ്ട് പൊതുവേ ഉള്ള ട്രെൻഡൊന്നും നമുക്കറിയില്ല. എങ്കിലും ടൈറ്റ് മത്സരമാണെന്നറിയാം. വിജയം ആർക്കാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം പറയാൻ പറ്റില്ല. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് മാത്യു. കൊട്ടാരക്കര ഇക്കുറി ആര് ജയിക്കും? ബാലഗോപാലല്ല. ആരാ ജയിക്കുന്നത്? ഇവിടെ വേറെ ആരുമില്ല. ഇവരൊക്കെ മറികണ്ടം ചാടി പോകുന്നവരാ. അങ്ങനെയുള്ളവരെ കാലുവാരി അടിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി. ഞങ്ങൾ LDF ജയിക്കും. അൻപിച്ച് ഭൂരിപക്ഷം ജയിക്കും. ആത്മവിശ്വാസം തന്നെ. മണ്ഡലത്തിൽ വികസനം എത്തിയിട്ടുണ്ടോ? പിന്നെ ഈ മണ്ഡലത്തിൽ പോലെ ഉണ്ടെന്ന വികസനമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഐഷ പോറ്റി അത് ഗവൺമെന്റ് LDF ഗവൺമെന്റ് ഇരുന്നപ്പോൾ ചെയ്തതല്ലേ. അല്ല, ഐഷ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും അല്ലല്ലോ. LDF ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ LDFന്റെ മെമ്പറായി ഇന്ന ഐഷ പോറ്റി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ LDF ഗവൺമെന്റിന്റെ, അല്ല മറ്റാരുടെ അല്ല. അത് മുതലെടുത്തും കൊണ്ട് ഇപ്പൊ UDFന്റെ കൂടെ പോയാൽ പറ്റുമോ? UDF ഒന്നും ചെയ്തിട്ടില്ല. UDFന് യഥാർത്ഥ നേതൃത്വമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ UDFന്റെ നേതൃത്വം എന്ന് പറയുന്നത് അലങ്കോലപ്പെട്ട് കിടക്കുക. ആര് മുഖ്യമന്ത്രിയാവും അത് മുമ്പ് ഞങ്ങൾ പറയാം. കസേരയ്ക്ക് അടി കൂടിക്കൊണ്ടിരിക്കുക. ഇനിയും അവരടി കൂടും. ഈ കോൺഗ്രസ് തന്നെ ഈ രാജ്യത്ത് നിന്ന് നീങ്ങപ്പെട്ട്
ഇവിടെ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ് അത്രമാത്രം അതമ്പതിച്ചു പോയി. ആരെയും ഒരു നേതൃത്വത്തിന് വില കൊടുക്കുന്നില്ല. ഇവിടെ ഞങ്ങൾക്കൊക്കെ ശക്തനായ ഒരു നേതൃത്വമുണ്ട്. അതനുസരിച്ച് മാത്രമേ ജനം പ്രവർത്തിക്കൂ. കൊട്ടാരക്കര വിജയം സുനിശ്ചിതം. ബാലഗോപാലിനൊപ്പം. എൻ്റെ പേര് നടരാജൻ. ഞാൻ ഓട്ടം ഓടുകയാണ്. ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് 3 പേർക്ക് മുൻതൂക്കം. എല്ലാവരും കിട്ട നിൽക്കുന്നവരാണ്. പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. ആർക്കാണ്? ആയിഷ പൊറ്റിക്കാണോ ബാലഗോപാലിനാണോ മുൻതൂക്കം? എനിക്ക് പ്രത്യേകിച്ച് ഇപ്പം പാർട്ടിയൊന്നുമില്ല. നേരത്തെ ഞാൻ ഒരു CPI കാരനായിരുന്നു. ഞാൻ പണ്ട് ചന്ദ്രശേഖരൻ നായർക്കുള്ള വണ്ടി ഓടിച്ചിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പാർട്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുകൊണ്ട് ആര് ജയിക്കാനാണ്? അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കുള്ള എൻ്റെ വീട്ടിലാണ് 4 വോട്ടുണ്ട്. 4 വോട്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്ക് കൊടുക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ ജയിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നേരത്തെ ആയിഷ പോറ്റി LDFിലായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിലോട്ട് വന്നു. അപ്പം ആയിഷ പോറ്റി രാഷ്ട്രീയം നോക്കിയല്ല, അധികാരം നോക്കിയ. നേരത്തെ മന്ത്രി സ്ഥാനമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ആയിഷ പോറ്റി പാർട്ടി മാറിയത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ആര് ജയിക്കുമെന്ന് പറയാൻ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കത് പറയാനൊക്കാത്ത സാഹചര്യം. എല്ലാവർക്കും നല്ല വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആയിഷ പോറ്റിക്ക് ഇവിടെ കൊട്ടാരക്കര ഇത് നെടുവത്തൂരാ. ഈ റോഡിൽ ഇപ്പോഴാണ് നെടുവത്തൂർ. ഭയങ്കര സ്വീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ എല്ലായിടവും നല്ല വർക്കാണ് 2-3 പേർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നേ എനിക്ക് പറയാനുള്ളൂ.